മഹാനായ നടൻ സുകുമാരൻ. അദ്ദേഹം ലൊക്കേഷനിലെത്തുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൈലി മുണ്ടെടുത്തുകൊണ്ട് ലൊക്കേഷനിൽ വന്ന കഥാപാത്രത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് കേട്ടു. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു കഥയാണ്. ഓഡിയിലും ബെൻസിലും മുന്തിയ ഇനം ബ്രാൻഡഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ലൊക്കേഷനിലെത്തുന്നു. ഇത് ഈ കാലത്തിലെ സിനിമയ്ക്ക് ആവശ്യമായതുകൊണ്ടാണോ, രാജുവിനെ ഇതൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് കൊണ്ടാണോ? പേഴ്സണൽ ചോയ്സ് ആണ്. എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നത് ലുങ്കി ഉടുത്ത് അദ്ദേഹത്തിൻ്റെ KLN 4896 എന്ന് പറയുന്ന 961 മോഡൽ അംബാസഡർ കാറിൽ ലൊക്കേഷനിൽ വരാനാണ്. അത് അദ്ദേഹം സ്വന്തമായി സമ്പാദിച്ച പൈസ കൊണ്ട് അദ്ദേഹം വാങ്ങിയ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ സുഖങ്ങൾ. എനിക്കിഷ്ടം എൻ്റെ ഓഡിയിൽ ജീൻസും ഷർട്ടും ഇട്ട് വരാനാണ്. അത് ഞാൻ സ്വന്തമായി സമ്പാദിച്ച എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയത്. അതിന് ഞാൻ ആരോടാണ് ക്ഷമാപണം പറയേണ്ടത്? ഞാൻ സത്യസന്ധമായി എല്ലാ വർഷവും ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരനാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ്? നിങ്ങൾ എല്ലാവരും അങ്ങനെ വേണം കേട്ടോ. അതിനൊന്നും നമ്മൾ ലുങ്കി ഉടുത്തത് കൊണ്ടോ അംബാസഡർ കാറിൽ പോയത് കൊണ്ടോ മഹാനൊന്നും ആവില്ല. അത് നമ്മൾ ആരെ കാണിക്കാനാണ്? എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു, എനിക്കിഷ്ടം ഇതാണ്. ഓക്കെ, സിനിമ രാജുവിനെ എന്ത് പഠിപ്പിച്ചു? സത്യസന്ധതയ്ക്ക് വിലയുണ്ട് എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഇവിടുന്നാണ്. എന്നാൽ അത് പഠിപ്പിച്ചത് വിലയില്ല എന്നാണ്. അത് പഠിച്ചത് ഇവിടുന്ന് തന്നെയാണ്. ഞാൻ വന്ന് സിനിമാ നടനായതിൽ പിന്നെ എൻ്റെ സ്വഭാവം മാറ്റണം, എൻ്റെ സംസാര രീതി മാറ്റണം, ആൾക്കാരോടുള്ള സമീപനം മാറ്റണം എന്നുള്ള പാഠങ്ങൾ ആവർത്തിച്ച് ഞാൻ ഇന്നും ഗുരുനാഥന്മാരായി കാണുന്ന ആൾക്കാർ പോലും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നിട്ടും അത് ഞാൻ പഠിച്ചില്ല. ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു അന്തർമുഖനായ പൃഥ്വിരാജ് പിന്നെ അഹങ്കാരിയായ പൃഥ്വിരാജ് പിന്നീട് അവൻ രക്ഷപ്പെടൂല എന്നായി. ഇപ്പോൾ അവർ തന്നെ പറയുന്നു, പൃഥ്വിരാജിനെ കണ്ടുപിടിക്കൂ, അയാൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും ബി യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും യുണീക്കാണ്. ലോകത്ത് നമ്മളെപ്പോലെ ഒരാളെ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ ഈ ഹാളിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ കൂട്ട് ആ വ്യക്തി മാത്രമേ ഉണ്ടാകുള്ളൂ. അതിൽ അഭിമാനം കണ്ടെത്തുക. നമ്മളൊക്കെ യുണീക്കാണ്. അതിൽ അഭിമാനം കണ്ടെത്തി ബി യുവർ സെൽഫ്. അതാണ് എന്നെ സിനിമ പഠിപ്പിച്ചത്.